നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മാതാപിതാക്കളെ കത്തിവീശി ഉപദ്രവിക്കുകയും ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്ത യുവാവിനെ പിടികൂടാനുള്ള ശ്രമത്തിനിടെ പോലീസുകാർക്ക് കുത്തേറ്റു. ചാവക്കാട് സബ് ഇൻസ്പെക്ടർ ശരത് സോമൻ, സിവിൽ പോലീസ് ഓഫീസർ ടി അരുൺ എന്നിവർക്കാണ് പരിക്ക്. പ്രതിയെ നാട്ടുകാരും പോലീസും ചേർന്ന് അതിസാഹസികമായി പിടികൂടി. ചരിത്രപ്രസിദ്ധമായ പഴഞ്ഞി പള്ളി പെരുന്നാൾ ആഘോഷം തുടങ്ങി. മുത്തപ്പന്റെ അനുഗ്രഹം തേടി പതിനായിരങ്ങളാണ് പഴഞ്ഞി അങ്ങാടിയിലേക്ക് ഒഴുകിയെത്തുന്നത്. ആവേശം തീർത്ത് ഗജസംഗമം. പെരുന്നാൾ കാഴ്ചകൾ CCTV പ്രാദേശിക ചാനലിലൂടെ തത്സമയം പ്രേക്ഷകരിലേക്ക്. മഹാത്മാവിനെ അഭിമാനത്തോടെ സ്മരിച്ച് രാജ്യം. സ്വജീവിതം കൊണ്ട് സത്യത്തിന്റെയും അഹിംസയുടെയും സർവ്വനന്മകളുടെയും സന്ദേശവാഹകനായി ലോകത്തിനു മുന്നിൽ സ്വയം അടയാളപ്പെടുത്തിയ ഗാന്ധിയുടെ ജന്മദിനം വൈവിധ്യമാർന്ന പരിപാടികളോടെ നാട് ആഘോഷിച്ചു. അക്ഷരങ്ങളുടെയും ആയുധങ്ങളുടെയും കലകളുടെയും ആഘോഷമായ നവരാത്രിക്ക് വിജയദശമി ചടങ്ങുകളുടെ സമാപനം. വിജയദശമി ദിനത്തിൽ അക്ഷരലോകത്തേക്ക് ചുവടുവെച്ചത് ആയിരക്കണക്കിന് കുരുന്നുകൾ. ക്ഷേത്രങ്ങളിലും സാംസ്കാരിക കേന്ദ്രങ്ങളിലുമായി നടന്ന ചടങ്ങുകൾ ഭക്തിസാന്ദ്രം. കേച്ചേരി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന നാദബ്രഹ്മ അക്കാദമി കലാ സാംസ്കാരിക സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന പ്രതിഭകളെ ആദരിക്കാനായി ഏർപ്പെടുത്തിയ 26ാമത് നാദബ്രഹ്മ പുരസ്കാര വിതരണം പ്രൗഢം. മാധ്യമ പ്രവർത്തന രംഗത്തെ മികവിനുള്ള പുരസ്കാരം CCTV റിപ്പോർട്ടറും പ്രസ് ക്ലബ് കുന്നംകുളം പ്രസിഡന്റുമായ ജോസ് മാളിയക്കൽ ഏറ്റുവാങ്ങി. വാർത്തകൾ വിശദമായി. മാതാപിതാക്കളെ കത്തിവീശി ഉപദ്രവിക്കുകയും ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്ത യുവാവിനെ പിടികൂടാനുള്ള ശ്രമത്തിനിടെ പോലീസുകാർക്ക് കുത്തേറ്റു. ചാവക്കാട് സബ് ഇൻസ്പെക്ടർ ശരത് സോമൻ, സിവിൽ പോലീസ് ഓഫീസർ ടി അരുൺ എന്നിവർക്കാണ് പരിക്ക്. പരിക്കേറ്റവരെ ആദ്യം അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിലും SIയെ പിന്നീട് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ പ്രതിയെ നാട്ടുകാരും പോലീസും ചേർന്ന് അതിസാഹസികമായിട്ടാണ് പിടികൂടിയത്. ചാവക്കാട് ബേബി റോഡിലുള്ള ചക്കരവീട്ടിൽ 36 വയസ്സുള്ള നിസാർ അമീറിനെയാണ് പോലീസും നാട്ടുകാരും ചേർന്ന് അതിസാഹസികമായി പിടികൂടിയത്. വ്യാഴാഴ്ച പുലർച്ചെ 12:30യോടെയാണ് സംഭവം നടന്നത്. ബേബി റോഡിലുള്ള ഒരു വീട്ടിൽ ഒരാൾ വീട്ടുകാരെ കത്തിവീശി ഉപദ്രവിക്കുന്നു എന്ന് സ്റ്റേഷനിലേക്ക് വിവരം ലഭിച്ചതിനെ തുടർന്നാണ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സബ് ഇൻസ്പെക്ടർ ശരത് സോമനും സിവിൽ പോലീസ് ഓഫീസർമാരായ അരുൺ റോബിൻസണും സ്ഥലത്തെത്തിയത്. കത്തിയുമായി വീട്ടുകാരെ ഉപദ്രവിക്കാൻ ശ്രമിച്ചിരുന്ന പ്രതിയെ നാട്ടുകാരും പോലീസും ചേർന്ന് വളരെ ശ്രമകരമായി കീഴടക്കി. പ്രതിയുടെ പിതാവ് അമീർ, മാതാവ് ഫാത്തിമ, സഹോദരൻ ഫെമീർ എന്നിവരെ പോലീസിന്റെ ധീരമായ ഇടപെടലിൽ രക്ഷിക്കാനായി. എന്നാൽ വീട്ടുകാരെ പോലീസ് രക്ഷിച്ചതിന്റെ വിരോധത്തിൽ പ്രതി പൊടുന്നനെ സബ് ഇൻസ്പെക്ടർ ശരത് സോമനെയും സിവിൽ പോലീസ് ഓഫീസർ അരുണിനെയും സ്റ്റീൽ പൈപ്പ് കൊണ്ട് ആക്രമിക്കുകയും കത്തികൊണ്ട് കുത്തി പരിക്കേൽപ്പിക്കുകയുമായിരുന്നു. സംഭവമറിഞ്ഞ് ഇൻസ്പെക്ടർ വിമലിന്റെ നേതൃത്വത്തിൽ സ്ഥലത്തെത്തിയ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും ചേർന്നാണ് സാഹസികമായി പ്രതിയെ കീഴടക്കിയത്. പരിക്കുപറ്റിയ സബ് ഇൻസ്പെക്ടറെ അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മുറിവ് ഗുരുതരമായതിനാൽ തൃശൂരിലുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. ആക്രമണത്തിൽ ഇൻസ്പെക്ടർ വിമലിന് പരിക്കേൽക്കുകയും CPO അരുണിന്റെ വിരലിന്റെ അസ്ഥി ഒടിയുകയും ചെയ്തിരുന്നു. സിവിൽ പോലീസ് ഓഫീസർമാരായ രഞ്ജിത്ത്, അനീഷ്, പ്രദീപ്, ശിവപ്രസാദ്, ഹരികൃഷ്ണൻ എന്നിവരും നാട്ടുകാരായ സുബൈർ, ഷഹ്വാൻ എന്നിവരും ചേർന്നാണ് പ്രതിയെ കീഴടക്കിയത്. വിജയദശമി ദിനത്തിൽ ആയിരക്കണക്കിന് കുരുന്നുകൾ അക്ഷരലോകത്തേക്ക് ചുവടുവെച്ചു. സംസ്ഥാനത്ത് വിവിധ ആരാധനാലയങ്ങളിലും സാംസ്കാരിക കേന്ദ്രങ്ങളിലും എഴുത്തിനിരുത്തൽ ചടങ്ങുകൾ നടന്നു. നവരാത്രി പ്രമാണിച്ച് ക്ഷേത്രങ്ങളിലെ സരസ്വതി മണ്ഡപങ്ങളിൽ സംഗീതാർച്ചനകളും മറ്റ് കലാപരിപാടികളും ഉണ്ടായി. മഹാദേവന്റെ നിർദ്ദേശപ്രകാരം ദുർഗാദേവിയായി അവതരിച്ച പാർവതി ദേവി 9 ദിവസത്തെ യുദ്ധത്തിനൊടുവിൽ മഹിഷാസുരനെ വധിച്ചു എന്നാണ് ഐതിഹ്യം. മഹിഷാസുരന്റെ വധത്തിന്മേലുള്ള വിജയത്തിന്റെ ആഘോഷമാണ് വിജയദശമി. തിന്മയുടെ മേലുള്ള നന്മയുടെ വിജയമായും വിജയദശമിയെ കാണുന്നു. വിജയദശമി ദിനമായ ഇന്ന് രാവിലെ ക്ഷേത്രങ്ങളിൽ സരസ്വതി പൂജ, എഴുത്തിനിരുത്തൽ എന്നിവ നടന്നു. ക്ഷേത്രങ്ങളിൽ വൻ ഭക്തജന തിരക്കാണ് ഉണ്ടായത്. സത്യാഗ്രഹം എന്ന സമരമാർഗത്തിലൂടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിരന്തരം പോരാടിയ മഹാത്മാവിന്റെ സ്മരണയിൽ രാജ്യം. ഇന്ന് ഒക്ടോബർ 2 ഗാന്ധി ജയന്തി. ഭൂമിയിൽ രക്തവും മാംസവുമുള്ള ഇങ്ങനെയൊരാൾ ജീവിച്ചിരുന്നതായി വരും തലമുറ വിശ്വസിച്ചേക്കില്ല. ഗാന്ധിയെക്കുറിച്ച് ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞ വാക്കുകളാണത്. ഗാന്ധി എന്ന പേരും മുഖവും ദിവസവും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാകുന്നു. എങ്കിലും എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശമെന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച്
ഇന്നത്തെ തലമുറ എത്രത്തോളം മനസ്സിലാക്കിയിരിക്കുന്നു എന്നതാണ് ചോദ്യം. കേവലം അർദ്ധനഗ്നനായ ഫക്കീർ അല്ലായിരുന്നു ഗാന്ധി. ബ്രിട്ടീഷ് സാമ്രാജ്യം തോറ്റുമടങ്ങിയത് തോക്കുകൾക്ക് മുന്നിലല്ല, അഹിംസ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മഹാത്മാവ് നയിച്ച സമരങ്ങൾക്ക് മുന്നിലാണ്. ഏറ്റവും വില കുറഞ്ഞത് എന്ന അർത്ഥത്തിൽ ചൂണ്ടിക്കാട്ടുന്ന ഉപ്പ് ഉയർത്തിപ്പിടിച്ചു പോലും ഒരു വൻ സമരം നയിക്കുക, ലോകമെങ്ങും അത് ചർച്ച ചെയ്യുക, ഇതെല്ലാം ഗാന്ധിക്ക് മാത്രം സാധിക്കുന്ന കാര്യങ്ങളായിരുന്നു. സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തിന്റെ മുഴുവൻ ആയുധവും അദ്ദേഹത്തിന് മുന്നിൽ അപ്രസക്തമായി. ഒരു ജനത ഒന്നിച്ചു നിന്നാൽ ഏറ്റവും ശക്തമായ സമരമാർഗം നിസ്സഹകരണമാണെന്ന് ഗാന്ധി തെളിയിച്ചു. വിഭജന രാഷ്ട്രീയത്തിനെതിരെ അദ്ദേഹം ഉയർത്തിയ മാനവികതയുടെ രാഷ്ട്രീയം തന്നെയാണ് വർഗീയവാദികളെ പ്രകോപിപ്പിച്ചത്. അദ്ദേഹത്തിന്റെ ജീവനെടുത്തതും അതേ വെറുപ്പിന്റെ രാഷ്ട്രീയമാണ്. ദേശത്തിന്റെ ആത്മാവിനെ ഇല്ലാതാക്കാനുള്ള എല്ലാ ശ്രമങ്ങൾക്കെതിരെയുമുള്ള പോരാട്ടങ്ങൾക്ക് ഗാന്ധിജിയുടെ ജീവിതം നമുക്ക് കരുത്താകട്ടെ. കടവല്ലൂർ കൊരട്ടിക്കരയിൽ അടച്ചിട്ട വീട് കുത്തി തുറന്ന് മോഷണശ്രമം. കൊരട്ടിക്കര പാലച്ചുവട് ക്ഷേത്രത്തിന് സമീപം മുള്ളത്ത് രാജന്റെ വീട്ടിലാണ് മോഷണശ്രമം ഉണ്ടായത്. പുറകുവശത്തെ ഗ്രില്ലും വാതിലും തകർത്ത് അകത്ത് കയറിയ മോഷ്ടാക്കൾ അലമാരയിലെ വസ്ത്രങ്ങളും മറ്റും വാരി വലിച്ചിട്ട നിലയിൽ കണ്ടെത്തുകയായിരുന്നു. സ്വർണമോ പണമോ മറ്റ് വിലപിടിപ്പുള്ള വസ്തുക്കളൊന്നും തന്നെ നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് വീട്ടുടമ പറഞ്ഞു. 2 ദിവസമായി രാജനും കുടുംബവും പുറത്തു പോയിരിക്കുകയായിരുന്നു. ചൊവ്വാഴ്ച വൈകിട്ട് 4 മണിയോടെ വീട്ടിൽ ജോലിക്കായി എത്തിയ സ്ത്രീ പുറകുവശത്തെ ഗ്രിൽ തുറന്നു കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് വീട്ടുടമ വിവരം അറിയിക്കുകയായിരുന്നു. വീട്ടുടമ അറിയിച്ചതിനെ തുടർന്ന് കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. പരിസര പ്രദേശത്തെ CCTV ക്യാമറകൾ പരിശോധിച്ച് അന്വേഷണം ഊർജിതമാക്കിയതായി പോലീസ് പറഞ്ഞു. കേച്ചേരി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന നാദബ്രഹ്മ അക്കാദമി കലാസാംസ്കാരിക സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന പ്രതിഭകളെ ആദരിക്കാനായി ഏർപ്പെടുത്തിയ 26ാമത് നാദബ്രഹ്മ പുരസ്കാര വിതരണം നടത്തി. മാധ്യമപ്രവർത്തന രംഗത്തെ മികവിനുള്ള പുരസ്കാരം CCTV റിപ്പോർട്ടറും കുന്നംകുളം പ്രസ് ക്ലബ് പ്രസിഡന്റുമായ ജോസ് മാളിയേക്കൽ ഏറ്റുവാങ്ങി. വിജയദശമി ദിനത്തിൽ അക്കാദമി ആസ്ഥാനത്ത് നടന്ന ചടങ്ങിലായിരുന്നു പുരസ്കാര വിതരണം. കേരള സംഗീത നാടക അക്കാദമി മുൻ സെക്രട്ടറിയും കവിയും സാംസ്കാരിക പ്രവർത്തകനുമായ ഡോക്ടർ C. രാവുണ്ണി പുരസ്കാര വിതരണം നിർവഹിച്ചു. ജോസ് മാളിയേക്കലിന് പുറമെ സംസ്ഥാന സർക്കാർ പുരസ്കാരം നേടിയിട്ടുള്ള മണിയപ്പൻ ആറന്മുളയാണ് നാടകരംഗത്തെ മികവിനുള്ള പുരസ്കാരം ഏറ്റുവാങ്ങിയത്. പോൾസൺ താണിക്കലിന് നാടകം, നാടൻ കലാരംഗത്തെ മികവിനും വിജി അശോകൻ സാഹിത്യരംഗത്തെ മികവിനുമുള്ള പുരസ്കാരം ഏറ്റുവാങ്ങി. മൃദംഗരംഗത്ത് നിന്ന് കലാമണ്ഡലം കൃഷ്ണകുമാർ, ചെണ്ടവാദ്യ രംഗത്തു നിന്നും ഇരിങ്ങപ്പുറം ബാബു എന്നിവരും നാദബ്രഹ്മ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി. അക്കാദമിയിലെ വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ്, സർട്ടിഫിക്കറ്റ് വിതരണം പുരസ്കാര ജേതാക്കൾ നിർവഹിച്ചു. ഗവൺമെന്റ് പ്ലീഡറും സാംസ്കാരിക രംഗത്തെ നിറസാന്നിധ്യവുമായ അഡ്വക്കേറ്റ് KP അജയകുമാർ ചടങ്ങിൽ അധ്യക്ഷനായി. നാദബ്രഹ്മ അക്കാദമി ഡയറക്ടർ ഡോക്ടർ പ്രേമൻ P. രാഘവൻ, പ്രിൻസിപ്പൽ തങ്കമണി ടീച്ചർ എന്നിവർ സംസാരിച്ചു. പുരസ്കാര ജേതാക്കൾ മറുപടി പ്രസംഗം നടത്തി. തുടർന്ന് വിജയദശമി ചടങ്ങിന്റെ ഭാഗമായി ദക്ഷിണ സമർപ്പണവും കലാരംഗത്തെ വിദ്യാരംഭവും നടന്നു. വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച 60 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവുമായി ഒരാൾ അറസ്റ്റിൽ. ചൊവ്വന്നൂർ സ്വദേശി മേനോത്ത് വീട്ടിൽ 42 വയസ്സുള്ള ശിവരാജനെയാണ് കുന്നംകുളം റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ മണികണ്ഠന്റെ നേതൃത്വത്തിലുള്ള എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തത്. 2 ദിവസം ബീവറേജ് മുടക്കമായതിനാലും മേഖലയിലെ പെരുന്നാൾ ആഘോഷങ്ങൾ ലക്ഷ്യമിട്ടുമാണ് വൻ ലാഭം പ്രതീക്ഷിച്ച് പ്രതി വിൽപ്പനയ്ക്കായി ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം സൂക്ഷിച്ചതെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ചാക്കുകളിലായി സൂക്ഷിച്ച നിലയിൽ 120 കുപ്പുകളിലായി സൂക്ഷിച്ച് 60 ലിറ്റർ മദ്യം പിടികൂടിയത്. അറസ്റ്റ് ചെയ്ത പ്രതിക്കെതിരെ അബ്കാരി ആക്ട് പ്രകാരം എക്സൈസ് കേസ് രജിസ്റ്റർ ചെയ്തു. വൈദ്യപരിശോധനയ്ക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഫൽഗുണൻ, സുനിൽദാസ്, പ്രിവന്റീവ് ഓഫീസർ മധു, സിവിൽ എക്സൈസ് ഓഫീസർമാരായ ശ്രീരാഗ്, ഗണേശൻ പിള്ള, ഷിബിൻ, സതീഷ്, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ റൂബി എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. കുന്നംകുളം നഗരസഭ നിർമ്മിച്ച മഹാത്മാഗാന്ധി ചതുരം ഗാന്ധി ജയന്തി ദിനത്തിൽ നാടിന് സമർപ്പിച്ചു. രാഷ്ട്രപിതാവിന്റെ പ്രതിമ അനാച്ഛാദനവും ഇതോടൊപ്പം നടന്നു. ഏറ്റവും മനോഹരമായി മഹാത്മാജിയുടെ ഈ പ്രതിമ സ്ഥാപിക്കാനും ഭരണഘടനയുടെ ആമുഖം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ആ ആമുഖവും ഒക്കെ വെച്ച് വളരെ മനോഹരമായി സംഘടിപ്പിച്ച കുന്നംകുളം മുനിസിപ്പാലിറ്റിയെ ഞാൻ മുക്തകണ്ഠം അനുമോദിക്കാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിത പശ്ചാത്തലവും മറ്റു കാര്യങ്ങളുമൊക്കെ അദ്ദേഹം സ്വന്തം ജീവിതം കൊണ്ട് പരീക്ഷണങ്ങൾ, അദ്ദേഹം വിശ്വസിച്ച ആശയങ്ങൾ നടപ്പിലാക്കാൻ നടത്തിയ പരിശ്രമങ്ങളാണ്. എല്ലാ ജാതി മതസ്ഥരും ഒരുമിച്ച് ചേരുന്ന ഒരു നാട്
അതാണ് ഭാരതം. എല്ലാ ആശയങ്ങളും എല്ലാ സംസ്കാരങ്ങളും സ്വീകരിച്ചൊരു നാട് എന്നുള്ള നിലയിലാണ് നമ്മൾ ഇന്ത്യയെ കണ്ടിട്ടുള്ളത്. AC മൊയ്തീൻ MLA ഗാന്ധി പ്രതിമ അനാച്ഛാദനവും ചത്വരം ഉദ്ഘാടനവും നിർവഹിച്ചു. സംസ്ഥാന SC/ST കമ്മീഷൻ അംഗം TK വാസു ഭരണഘടനാ ആമുഖം അനാച്ഛാദനം ചെയ്തു. ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അധ്യക്ഷയായി. വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ PM സുരേഷ്, സജിനി പ്രേമൻ, T സോമശേഖരൻ, പ്രിയ സജീഷ്, PK ഷബീർ, വാർഡ് കൗൺസിലർ ലബീബ് ഹസൻ, കക്ഷി നേതാക്കളായ KK മുരളി, ബിജു C ബേബി, മുൻ ചെയർമാൻമാരായ KC ബാബു, CI ഇട്ടി മാത്യു, PG ജയപ്രകാശ്, ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ, രാഷ്ട്രീയ പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു. നഗരസഭയുടെ മുൻവശത്തുള്ള നഗരസഭയുടെ തന്നെ സ്ഥലത്താണ് ഗാന്ധി ചത്വരവും പ്രതിമയും നിർമ്മിച്ചത്. മനോഹരമായ നിർമ്മിതിയിൽ തയ്യാറാക്കിയിട്ടുള്ള ഗാന്ധി ചത്വരവും പ്രതിമയും മഹാത്മാവിന്റെ സ്മരണയ്ക്കായി നഗരസഭാ പരിധിയിലുള്ള മികവുറ്റ സൃഷ്ടികളാണ്. കാലങ്ങളായുള്ള ജനങ്ങളുടെ ആവശ്യമാണ് CPM നേതൃത്വം നൽകുന്ന ഇടത് ഭരണസമിതി യാഥാർത്ഥ്യമാക്കിയത്. നഗരസഭ വികസന ഫണ്ടിൽ നിന്നും 15 ലക്ഷം രൂപ ചെലവഴിച്ചായിരുന്നു നിർമ്മാണം. ചുറ്റുമതിൽ, മുറ്റം ടൈൽ വിരിക്കൽ, വൈദ്യുതീകരണം, ലൈറ്റുകൾ സ്ഥാപിക്കൽ, ഇരിപ്പിടം മുതലായവ സജ്ജീകരിച്ചിട്ടുണ്ട്. ആർട്ടിസാൻസ് ഡെവലപ്മെന്റ് കോഓപ്പറേറ്റീവ് ലിമിറ്റഡ് ആഡ്കോ എന്ന ഏജൻസിയാണ് നിർമ്മാണം നടത്തിയത്. ചടങ്ങിൽ ആഡ്കോ പ്രതിനിധി ജോബിൻസിന് ഉപഹാരവും നൽകി. ചരിത്രപ്രസിദ്ധമായ പഴഞ്ഞി പള്ളിപ്പെരുന്നാൾ തുടങ്ങി മുത്തപ്പന്റെ അനുഗ്രഹം തേടി പതിനായിരങ്ങളാണ് പഴഞ്ഞി അങ്ങാടികളിലേക്ക് ഒഴുകിയെത്തുന്നത്. പരിശുദ്ധ എൽദോമാർ ബസേലിയോസ് ബാവയുടെ 340-ാം ഓർമ്മ പെരുന്നാളാണ് വ്യാഴം വെള്ളി ദിവസങ്ങളിലായി ആഘോഷിക്കുന്നത്. പെരുന്നാൾ ശുശ്രൂഷകൾക്ക് ഓർത്തഡോക്സ് സഭ പരമാധ്യക്ഷൻ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കത്തോലിക്ക ബാവ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വ്യാഴാഴ്ച വൈകിട്ട് 6-ന് സന്ധ്യാനമസ്കാരം, തുടർന്ന് കൊടിയും കുരിശും വാദ്യമേളങ്ങളുമായി പ്രദക്ഷിണം നടന്നു. രാത്രി ദേശക്കാരുടെ ആനയും വാദ്യമേളങ്ങളുമായുള്ള എഴുന്നള്ളിപ്പുകളുണ്ടാകും. വെള്ളിയാഴ്ച രാവിലെ പഴയ പള്ളിയിൽ 3-ന്മേൽ കുർബാനയുണ്ടാകും. പുതിയ പള്ളിയിൽ കത്തോലിക്ക ബാവ മുഖ്യ കാർമ്മികനായി 5-ന്മേൽ കുർബാനയർപ്പിക്കും. ഉച്ചയോടെ ആരംഭിക്കുന്ന എഴുന്നള്ളിപ്പുകൾ വൈകിട്ട് സമാപിക്കും. തുടർന്ന് കൊടിയും കുരിശുമായി പ്രദക്ഷിണം നടക്കും. ശേഷം പതിനായിരങ്ങൾ പങ്കെടുക്കുന്ന പൊതുസദ്യയുമുണ്ടാകും. ഒക്ടോബർ 4-ന് കുർബാനയ്ക്കു ശേഷം ലേലം വിളിയും നടക്കും. 40-ൽ പരം ആഘോഷ കമ്മിറ്റികളാണ് പെരുന്നാളിൽ പങ്കെടുക്കുന്നത്. മനോഹരമായ ദീപാലങ്കൃത പന്തലുകൾ വിവിധയിടങ്ങളിൽ ഒരുക്കിയിട്ടുണ്ട്. പഴഞ്ഞിയിലെ അങ്ങാടികളെല്ലാം ദീപാലങ്കാരങ്ങളുടെ വർണ്ണവൈവിധ്യമാണ് കാഴ്ചക്കാർക്ക് സമ്മാനിക്കുന്നത്. ദേവാലയത്തിലും പുറത്തും മനോഹരമായ പന്തലുകളും വൈദ്യുതി ദീപാലങ്കാരങ്ങളും ഒരുക്കിയിട്ടുണ്ട്. പെരുന്നാളാഘോഷം CCTV തത്സമയം സംപ്രേഷണം ചെയ്യും. യൂട്യൂബ് ചാനലിലും തത്സമയ സംപ്രേഷണമുണ്ടാകും. നൂറ്റാണ്ടുകൾക്ക് മുൻപ് എൽദോമാർ ബസേലിയോസ് ബാവയുടെ തിരുശേഷിപ്പ് പെങ്ങാമുക്ക് ദേശത്ത് നിന്ന് പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയിലേക്ക് മുട്ടുകുത്തി കൊണ്ടുപോയതിന്റെ സ്മരണ പുതുക്കി തീർത്ഥാടന പദയാത്ര നടന്നു. പെങ്ങാമുക്ക് പള്ളിയിൽ വെച്ച് ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് പതാക കൈമാറി. തുടർന്ന് മൂലേപ്പാട് കരിയാമ്പ്ര വൺവേ ജംഗ്ഷൻ വഴി പദയാത്ര പഴഞ്ഞി പള്ളിയിൽ എത്തിച്ചേർന്നു. പഴഞ്ഞി പള്ളിയിൽ കാതോലിക്ക ബാവയുടെ നേതൃത്വത്തിൽ പദയാത്രയെ സ്വീകരിച്ചു. പദയാത്രയ്ക്ക് വികാരി ഫാദർ ജോൺ പുലിക്കോട്ടിൽ, സഹവികാരി ഫാദർ ബഹനാൻ K നിക്സൺ, ട്രസ്റ്റി എഡ്വിൻ ജിജോ സൈമൺ, സെക്രട്ടറി റോഷ് താവു, പദയാത്രാ കൺവീനർ ബ്രൈറ്റ് തോലത്ത്, പബ്ലിസിറ്റി കൺവീനർ സജി മാത്യു എന്നിവർ നേതൃത്വം നൽകി. നൂറ്റാണ്ടുകൾക്ക് മുൻപ് പെങ്ങാമുക്ക് സ്വദേശി വറിയത്ത് കോതമംഗലത്ത് എൽദോമാർ ബസേലിയോസ് കബറടങ്ങിയ സ്ഥലത്തേക്ക് തീർത്ഥയാത്ര നടത്തിയിരുന്നു. അവിടെ നിന്ന് എടുത്ത മണ്ണിൽ പരിശുദ്ധന്റെ തിരുശേഷിപ്പ് അടങ്ങിയിരുന്നു. ഈ തിരുശേഷിപ്പ് മുട്ടുകുത്തി പഴഞ്ഞി പള്ളിയിലെത്തി സ്ഥാപിക്കുകയായിരുന്നു. പെരുന്നാളിന്റെ ഭാഗമായി നാനാജാതി മതസ്ഥർ പള്ളിക്കകത്തും പുറത്തും മുട്ടുകുത്തൽ വഴിപാട് നടത്തുന്നുണ്ട്. പഴഞ്ഞി പള്ളിപ്പെരുന്നാളിനെത്തിയ ആനകൾ അണിനിരന്ന ഗജസംഗമം ആവേശം തീർത്തു. വിവിധ കമ്മിറ്റികൾ ഏൽപ്പിച്ച ആനകളെ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ സ്കൂൾ ഗ്രൗണ്ടിലേക്ക് ആനയിച്ചു. ചിറക്കൽ കാളിദാസൻ, പാമ്പാടി രാജൻ, പുതുപ്പള്ളി സാധു, ചെറുപ്പളശ്ശേരി അനന്തപത്മനാഭൻ തുടങ്ങി തലയെടുപ്പുള്ള ആനകളെ കാണികൾ ആവേശത്തോടെ സ്വീകരിച്ചു. ഗജസംഗമത്തിൽ 20ഓളം ആനകൾ അണിനിരന്നു. ആയിരങ്ങളാണ് ഗജസംഗമം കാണുവാനായി എത്തിയത്. കുന്നംകുളം താലൂക്ക് ആശുപത്രിയിലേക്ക് ആംബുലൻസ് കൈമാറലും ഡയാലിസിസ് മെഷീൻ പ്രവർത്തന ഉദ്ഘാടനവും നടന്നു. ഇതോടെ ആശുപത്രി സേവനം കൂടുതൽ മെച്ചപ്പെടും. നഗരസഭയ്ക്കു കീഴിലെ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിലേക്ക് AC മൊയ്തീൻ MLAയുടെ 2023-24 ആസ്തി വികസന പദ്ധതിയിൽ നിന്നും 25.88 ലക്ഷം രൂപ വിനിയോഗിച്ചു വാങ്ങിയ ആധുനിക ആംബുലൻസിന്റെ കൈമാറൽ, 2022-23 ആസ്തി വികസന പദ്ധതിയിൽ നിന്നും 19.53 ലക്ഷം രൂപ ചെലവഴിച്ചു വാങ്ങിയ 3 ഡയാലിസിസ് മെഷീന്റെ പ്രവർത്തനോദ്ഘാടനം എന്നിവ നടന്നു. AC മൊയ്തീൻ MLA ആംബുലൻസ് ഫ്ളാഗ് ഓഫും ഡയാലിസിസ് പ്രവർത്തന ഉദ്ഘാടനവും നിർവഹിച്ചു. രോഗികൾ ഉപയോഗിക്കുന്നവരുടെ
ഷീറ്റും മറ്റുമൊക്കെ കഴുകാൻ ഉള്ള പ്രയാസങ്ങളും മറ്റു കാര്യങ്ങളും അവിടെ മാൻ പവർ കൂടുതൽ വേണ്ടി വരുന്നു. അതിനനുസരിച്ച് കഴിയാതെ വരും. ഒരു പവർ ലോട്ടറി ഇതിൻ്റെ ഭാഗമായിട്ട് അവിടെയുണ്ട്. മഴവെള്ളം സംഭരിക്കാൻ വേണ്ടിയുള്ള സൗകര്യമുണ്ട്. 1,00,000 ലിറ്ററിൻ്റെ അടുത്ത്. അതിന് പുറമെ വാട്ടർ ടാങ്കും ആ രീതി 1.5 ലക്ഷം ലിറ്റർ വെള്ളം മുകളിൽ സംഭരിക്കാൻ കഴിയുന്ന വാട്ടർ ടാങ്കുണ്ട്. അപ്പോൾ ജലക്ഷാമത്തിൻ്റെ പ്രശ്നങ്ങൾ ഉൾപ്പെടെ മറ്റു കാര്യങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ആ സൗകര്യങ്ങൾ കൂടി വരികയാണ്. ആധുനിക ആംബുലൻസും ഡയാലിസിസ് മെഷീനും എത്തിയതോടെ താലൂക്ക് ആശുപത്രി സേവനങ്ങൾ ഒന്നുകൂടി മികവുറ്റതാകും. കുന്നംകുളത്തു നിന്നും സമീപ ജില്ലകളായ പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ നിന്നും ദിവസേന ഏകദേശം 1200-ന് മുകളിൽ രോഗികൾ താലൂക്ക് ആശുപത്രിയിൽ വിവിധ വിഭാഗങ്ങളിൽ ചികിത്സ തേടുന്നുണ്ട്. ആശുപത്രിയിൽ ഒരു ആംബുലൻസ് മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇത് പലപ്പോഴും VIP സന്ദർശനങ്ങൾ, മെഡിക്കൽ ക്യാമ്പുകൾ തുടങ്ങിയ ആവശ്യങ്ങൾക്കായി വിട്ടുനൽകേണ്ടി വന്നിരുന്നു. പാവപ്പെട്ട രോഗികൾക്ക് ആശുപത്രിയിലെ ആംബുലൻസിന്റെ സേവനം ശരിയായ രീതിയിൽ ലഭിക്കാത്തതുമൂലം സ്വകാര്യ ആംബുലൻസുകളെ ആശ്രയിക്കേണ്ടി വരുന്നത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നു. തുടർന്ന് ഈ വിഷയം ആശുപത്രി അധികൃതർ MLAയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തതോടെയാണ് ആധുനിക ആംബുലൻസ് ലഭ്യമായത്. ആശുപത്രിയിൽ 8 ഡയാലിസിസ് മെഷീൻ ഉപയോഗിച്ച് 3 ഷിഫ്റ്റായാണ് രോഗികൾക്ക് ഡയാലിസിസ് നൽകി വന്നിരുന്നത്. ദിവസം 22 ഡയാലിസിസുകൾ മാത്രമാണ് നടന്നിരുന്നത്. കൂടുതൽ ഡയാലിസിസുകൾ നടക്കുന്ന ആശുപത്രിയായതിനാൽ മെഷീനുകൾക്ക് കേടുപാടുകൾ സംഭവിക്കാനിടയായി. തുടർന്ന് ഈ വിഷയവും MLAയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതിനെ തുടർന്നാണ് 3 ഡയാലിസിസ് മെഷീനുകൾ ലഭ്യമാക്കിയത്. 10 ഡയാലിസിസ് മെഷീൻ ദിവസേന ഉപയോഗിക്കാനാകും. ഒരെണ്ണം കരുതലിനുമായാണ് സജ്ജമാക്കിയിട്ടുള്ളത്. പുതിയ മെഷീനുകൾ കൂടി വന്നതോടെ ദിവസവും 33 ഡയാലിസിസുകൾ ചെയ്യാനാകും. താലൂക്ക് ആശുപത്രിയിൽ നടന്ന ചടങ്ങിൽ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അധ്യക്ഷയായി. ഈ കാലഘട്ടത്തിന്റെ ആവശ്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇന്ന് ഡയാലിസിസ് രോഗികളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ടാണ് മുൻപ് ബഹുമാനപ്പെട്ട നമ്മുടെ MLA മന്ത്രിയായിരിക്കുമ്പോഴാണ് ഡയാലിസിസ് യൂണിറ്റ് കുന്നംകുളത്ത് ആരംഭിച്ചത്. അന്ന് നമ്മൾ 9 മെഷീനാണ് ആ യൂണിറ്റിലെ പ്രവർത്തനം ആരംഭിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നത്. പക്ഷേ ചില മെഷീനുകൾ കംപ്ലൈൻ്റായി നീക്കുകയും ഇന്ന് അതിലേക്ക് 3 പുതിയ ഡയാലിസിസ് മെഷീനും അതോടൊപ്പം തന്നെ പുതിയൊരു ആംബുലൻസും ഏറ്റവും ആധുനിക രീതിയിലുള്ള എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ഒരു ആംബുലൻസും കൂടിയാണ് ബഹുമാനപ്പെട്ട MLA താലൂക്ക് ആശുപത്രിക്ക് നൽകിയിരിക്കുന്നത്. സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ അംഗം TK വാസു മുഖ്യാതിഥിയായി. വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, സ്ഥിരം സമിതി അധ്യക്ഷരായ PM സുരേഷ്, സജിനി പ്രേമൻ, T സോമശേഖരൻ, പ്രിയ സജീഷ്, PK ഷബീർ, കൗൺസിലർ ലബീബ് ഹസൻ, ഡെപ്യൂട്ടി DMO ഇൻചാർജ് ഡോക്ടർ നിർമ്മൽ, ആശുപത്രി സൂപ്രണ്ട് AV മണികണ്ഠൻ തുടങ്ങിയവർ സംസാരിച്ചു. അക്ഷരങ്ങളുടെയും ആയുധങ്ങളുടെയും കലകളുടെയും ആഘോഷമായ നവരാത്രിക്ക് വിജയദശമി ചടങ്ങുകളുടെ സമാപനമായി. ആദ്യാക്ഷരം കുറിക്കാനായി കുരുന്നുകൾക്കൊപ്പം ഭക്തർ ക്ഷേത്രങ്ങളിലെത്തി. മേഖലയിലെ വിവിധ ക്ഷേത്രങ്ങളിൽ വിജയദശമി ചടങ്ങുകൾ നടന്നു. വിശദാംശങ്ങളിലേക്ക്. കുന്നംകുളം കക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ എഴുത്തിനിരുത്തൽ ചടങ്ങിന് ലക്ഷ്മിക്കുട്ടി ടീച്ചർ, കോമളം ടീച്ചർ എന്നിവർ നേതൃത്വം നൽകി. ക്ഷേത്രം പ്രസിഡന്റ് KK സുബിദാസ്, സെക്രട്ടറി സുനീഷ് ഐനിപ്പുള്ളി, ട്രഷറർ ഭാസ്കരക്കുറുപ്പ് എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. വേലൂർ വെങ്ങിലശ്ശേരി മണിമലർക്കാവ് ദേവീക്ഷേത്രത്തിൽ തിങ്കളാഴ്ച വൈകിട്ട് സരസ്വതി പൂജയ്ക്ക് ശേഷം പൂജവെപ്പ് നടത്തി. തുടർന്ന് നിറമാല, ചുറ്റുവിളക്ക്, ദീപാരാധന എന്നിവ നടന്നു. ചൊവ്വ, ബുധൻ ദിവസങ്ങളിൽ അടച്ചുപൂജയ്ക്ക് സരസ്വതി മണ്ഡപത്തിൽ പ്രത്യേക പൂജയും വൈകിട്ട് നിറമാല, ചുറ്റുവിളക്ക്, ദീപാരാധന എന്നിവയ്ക്ക് ശേഷം പ്രസാദ വിതരണവും നടത്തി. വ്യാഴാഴ്ച കാലത്ത് സരസ്വതി മണ്ഡപത്തിലെ പ്രത്യേക പൂജയ്ക്ക് ശേഷം കുട്ടികളെ എഴുത്തിനിരുത്തി. മുൻ ക്ഷേത്രം ട്രസ്റ്റിയും അധ്യാപകനുമായ ഉണ്ണിമാസ്റ്റർ കുട്ടികളെ എഴുത്തിനിരുത്തി. നവരാത്രി ദിവസങ്ങളിൽ കുമാരി പൂജയ്ക്ക് മേൽശാന്തി നാരായണൻ നമ്പൂതിരി കാർമ്മികനായി. ക്ഷേത്രം ട്രസ്റ്റി ശിവദാസൻ പെരുവഴിക്കാട്ട്, പ്രസിഡന്റ് ശ്രീരാമൻ തെക്കൂട്ട്, സെക്രട്ടറി സുജീഷ് അരുവാത്തോട്ടിൽ, മാതൃസമിതി തുടങ്ങിയവർ നവരാത്രി ആഘോഷത്തിന് നേതൃത്വം നൽകി. പുന്നുകാവ് ശ്രീഭഗവതി ക്ഷേത്രത്തിൽ ദിനേശൻ പണിക്കർ ആദ്യാക്ഷരം കുറിക്കലിന് നേതൃത്വം നൽകി. തുടർന്ന് പായസ വിതരണവുമുണ്ടായി. ക്ഷേത്രം സെക്രട്ടറി അശോകൻ വെള്ളാമാക്കൽ, രവി പൊന്നമ്പത്ത്, ജിത്തു ഇമ്പ്രങ്ങാട്ടയിൽ, സുമിത് വെള്ളാമാക്കൽ, നിഖിൽ വെള്ളാമാക്കൽ, ബൈജു കാട്ടിലയിൽ എന്നിവർ പങ്കെടുത്തു. കാണിപ്പയ്യൂർ ഇടവന ഭഗവതി ക്ഷേത്രത്തിൽ സെപ്റ്റംബർ 23 മുതൽ നടന്നു വന്നിരുന്ന നവരാത്രി മഹോത്സവം സമാപിച്ചു. സെപ്റ്റംബർ 23 മുതൽ വൈകിട്ട് വിശേഷാൽ പൂജകളും ചുറ്റുവിളക്കും. ഒക്ടോബർ 2-ാം തീയതി രാവിലെ 9 മണിക്ക് വിദ്യാഗോപാല മന്ത്രാർച്ചനയോടുകൂടി ആഘോഷങ്ങൾക്ക് സമാപ്തിയായി. സെപ്റ്റംബർ 25 മുതൽ ഒക്ടോബർ 1 വരെ വൈകിട്ട് 7:30 ക്ഷേത്രം നടപ്പുരയിൽ വിവിധയിനം കലാപരിപാടികളും നടന്നു. ചടങ്ങുകൾക്ക് ക്ഷേത്രം കമ്മിറ്റി പ്രസിഡന്റ് ഷിബു ഇടവന, സെക്രട്ടറി ശരത്, ട്രഷറർ ശ്രീധരൻ എന്നിവർ നേതൃത്വം നൽകി. വടക്കേക്കാട് കപ്പിളിയങ്ങാട് ശ്രീഭഗവതി ക്ഷേത്രത്തിൽ ക്ഷേത്രം മേൽശാന്തിയുടെ കാർമ്മികത്വത്തിൽ നാലപ്പാട്ട് രമണി അശോകൻ കുരുന്നുകൾക്ക് ആദ്യാക്ഷരം കുറിച്ചു. തുടർന്ന് വിശേഷാൽ പൂജകൾ നടന്നു.
രാത്രി 7-ന് ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ കുട്ടികളുടെ കലാപരിപാടികളുമുണ്ടായി. ക്ഷേത്രം ട്രസ്റ്റി മണക്കുളത്തിൽ ദിവാകര രാജ, പ്രസിഡന്റ് പ്രമോദ് കിളിയമ്പറമ്പിൽ, സെക്രട്ടറി ധനീഷ് താമരശ്ശേരി, വസന്തൻ മൂക്കനാംകുളങ്ങര, അശോകൻ വെട്ടിശ്ശേരി, പ്രജീഷ് മടപ്പാട്ടിൽ, മറ്റ് ക്ഷേത്ര ഭാരവാഹികളും മാതൃസമിതി അംഗങ്ങളും നേതൃത്വം നൽകി. മമ്മിയൂർ അയ്യപ്പ ഭക്തസംഘം ഭജനമന്ദിരത്തിൽ കുട്ടികൾക്കായി വിദ്യാഗോപാല മന്ത്രാർച്ചന നടത്തി. ഗുരുവായൂർ മണിസ്വാമിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്ന ചടങ്ങിൽ നിരവധി കുട്ടികളും ഭക്തജനങ്ങളും പങ്കെടുത്തു. മമ്മിയൂർ അയ്യപ്പ ഭക്തസംഘം പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്ത്, ജനറൽ സെക്രട്ടറി പി സുനിൽകുമാർ, കെ ഗോവിന്ദദാസ്, അനിൽകുമാർ ചിറക്കൽ, രാമചന്ദ്രൻ പല്ലത്ത്, പി അനിൽകുമാർ, രാജഗോപാൽ മുള്ളത്ത്, ഒ രതീഷ്, കെ രാധാകൃഷ്ണൻ, എം സേതുമാധവൻ എന്നിവർ നേതൃത്വം നൽകി. പുന്നയൂർക്കുളം ചമ്മനൂർ മാഞ്ചിറക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ പുസ്തകപൂജ, എഴുത്തിനിരുത്തൽ, വാഹനപൂജ എന്നിവ നടന്നു. വൈകിട്ട് കുട്ടികളുടെ നൃത്തപരിപാടികൾ അരങ്ങേറി. എഴുത്തിനിരുത്തൽ ചടങ്ങിന് ജാനകി ടീച്ചർ നേതൃത്വം നൽകി. വാഹനപൂജയ്ക്ക് ക്ഷേത്രം മേൽശാന്തി തത്തമംഗലം മന നാരായണൻകുട്ടി തിരുമേനി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം ഭാരവാഹികളായ പ്രസിഡന്റ് പി രാജൻ, സെക്രട്ടറി സുരേഷ് ബാബു, ജോയിന്റ് സെക്രട്ടറി രമേശ് കരുവളപ്പിൽ, വൈസ് പ്രസിഡന്റ് സുനിൽ പാറക്കാട്ട്, ട്രഷറർ പുഷ്പാകരൻ പാറക്കാട്ട് തുടങ്ങി ക്ഷേത്ര ഭാരവാഹികളും മാതൃസമിതി അംഗങ്ങളും നേതൃത്വം നൽകി. വെള്ളാറ്റഞ്ഞൂർ കൂട്ടുമുച്ചിക്കൽ ക്ഷേത്രത്തിൽ ചൊവ്വ ബുധൻ ദിവസങ്ങളിലെ അടച്ചുപൂജയ്ക്കു ശേഷം വ്യാഴാഴ്ച രാവിലെ വിജയദശമി ചടങ്ങുകൾ നടന്നു. ക്ഷേത്രമേൽശാന്തി ശ്രീനിവാസ അയ്യർ മുഖ്യകാർമ്മികനായി. ക്ഷേത്രം പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ അമ്മാത്ത്, സെക്രട്ടറി KS ബാബു, TP അജിതകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഞമനേങ്ങാട് ബോധിധർമ്മ അക്കാദമിയിൽ വിദ്യാരംഭം സമുചിതമായി ആഘോഷിച്ചു. കളരിപ്പയറ്റ്, കരാത്തെ, കോബുദോ എന്നിവയുടെ പുതിയ ക്ലാസുകൾ ആരംഭിച്ചു. ചടങ്ങുകൾക്ക് ബോധിധർമ്മ അക്കാദമി ഡയറക്ടർ ഷിഹാൻ മനോജ് നേതൃത്വം നൽകി. അക്കാദമിയുടെ വിവിധ ബ്രാഞ്ചുകളിൽ നിന്നും വിദ്യാർത്ഥികളും പരിശീലകരും പങ്കെടുത്തു. നവരാത്രിയോടനുബന്ധിച്ച് തിരുവത്ര മഹാശിവക്ഷേത്രത്തിൽ എഴുത്തിനിരുത്തൽ ചടങ്ങും പുസ്തകപൂജയും വിശേഷാൽ പൂജകളും നടന്നു. ചടങ്ങുകൾക്ക് ക്ഷേത്രം പൂജാരി മനോജ് തിരുമേനി, ക്ഷേത്രം കമ്മിറ്റി പ്രസിഡന്റ് KM തനീഷ്, സെക്രട്ടറി MA ജനാർദ്ദനൻ, ഭാരവാഹികൾ, മാതൃസമിതി ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. കോട്ടപ്പുറം ശ്രീ മണ്ണത്രിക്കോവ് ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾക്ക് ശേഷം മേൽശാന്തി വിഷ്ണുപ്രസാദ് തിരുമേനി കാർമ്മികത്വം വഹിച്ചു. കോട്ടപ്പുറം മോഹനന്റെ നേതൃത്വത്തിൽ സംഗീതാർച്ചന നടന്നു. ആഘോഷങ്ങൾക്ക് ക്ഷേത്രം സംരക്ഷണ സമിതി പ്രസിഡന്റ് KR ഹരിദാസ്, സെക്രട്ടറി KA വിജീഷ്, ട്രഷറർ PB സ്മിനീഷ്, രക്ഷാധികാരി CP സൂര്യനാരായണൻ, KR ശ്രീനിവാസൻ, KK പ്രകാശ് എന്നിവർ നേതൃത്വം നൽകി. മരത്തംകോട് കിടങ്ങൂർ ശ്രീകാർത്തിയായനി ദേവീക്ഷേത്രത്തിൽ തന്ത്രി പുലിയന്നൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ എഴുത്തിനിരുത്തൽ ചടങ്ങ് നടന്നു. സരസ്വതി സാന്നിധ്യമുള്ള ക്ഷേത്രമായതിനാൽ കുട്ടികളുടെ തിരക്കുണ്ടായി. ക്ഷേത്രത്തിൽ നടന്നുവന്നിരുന്ന നവാഹ യജ്ഞത്തിന് സമാപനമായി. രാവിലെ ഗായത്രി സഹസ്രനാമം, ലളിത സഹസ്രനാമം, ദേവി മഹാത്മ്യപാരായണം, സമൂഹ പ്രാർത്ഥന, ദേവി ഭാഗവത പാരായണവുമുണ്ടായിരുന്നു. തുടർന്ന് ഉച്ചയ്ക്ക് 12:30 കുട്ടികളെ ദേവീസങ്കല്പമായി കരുതിയുള്ള കുമാരി പൂജയുമുണ്ടായിരുന്നു. വൈകിട്ട് മണിദീപം വർണ്ണനവും പൂത്താലത്തോടും വാദ്യഘോഷങ്ങളോടും കൂടിയുള്ള നാമജപയാത്ര ഗ്രാമവീഥികളിൽ കൂടി ക്ഷേത്രത്തിൽ തിരിച്ചെത്തി. സമൂഹ പുഷ്പാഞ്ജലി, മഹാആരതി എന്നിവയ്ക്ക് ശേഷം ആചാര്യദക്ഷിണ സമാപ്തവും നവാഹയജ്ഞ സമാപനവും തുടർന്ന് അന്നദാനവും ഉണ്ടായിരുന്നു. എരുമപ്പെട്ടി നെല്ലുവായ് ഗ്രാമീണ വായനശാല തിയേറ്റർ ഹബിന്റെ 2ാമത് നാടക പരിശീലന കളരിയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാൽ നിർവഹിച്ചു. വായനശാല പ്രസിഡന്റ് TK ശിവൻ അധ്യക്ഷനായി. പ്രശസ്ത നാടക രചയിതാവും സംവിധായകനുമായ ഇന്ദ്രൻ മച്ചാട് മുഖ്യാതിഥിയായി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഡോക്ടർ VC ബിനോജ്, പഞ്ചായത്ത് അംഗം MK ജോസ്, തിയേറ്റർ ഹബ്ബ് സെക്രട്ടറി അരവിന്ദൻ നെല്ലുവായ്, നാടക സംവിധായകൻ സുരേന്ദ്രൻ തില്ലാന, വായനശാല സെക്രട്ടറി അജു നെല്ലുവായ്, തിയേറ്റർ ഹബ്ബ് പ്രസിഡന്റ് സുഭാഷ് കാവുങ്ങൽ, വൈസ് പ്രസിഡന്റ് KR സുധാകരൻ, NB ബിജു, കണ്ണൻ നെല്ലുവായ്, പ്രദീപ് നമ്പീശൻ എന്നിവർ സംസാരിച്ചു. മാനവിക ശ്രേഷ്ഠത കൂടിയുള്ളവനായിരിക്കണം മനുഷ്യൻ. അതാണ് മനുഷ്യനും മാനവികതയും എന്ന് പറയുന്നത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാനും. അത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയിടത്തോളം കലയാണെങ്കിലും സാഹിത്യമാണെങ്കിലും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിലെ പെരുന്നാളിന്റെ ഭാഗമായി യങ്സ് പെരുന്നാൾ ആഘോഷ കമ്മിറ്റി ജീവകാരുണ്യ സദസ്സ് സംഘടിപ്പിച്ചു. തുടർച്ചയായി 20ാം വർഷമാണ് യങ്സ് മേഖലയിലെ തെരഞ്ഞെടുത്തവർക്ക് പെരുന്നാൾ തലേന്ന് പെൻഷനും ഭക്ഷ്യധാന്യ കിറ്റുകളും വിതരണം ചെയ്യുന്നത്. പഴഞ്ഞി ക്രസന്റ് ഓഡിറ്റോറിയത്തിൽ നടന്ന സദസ്സിന്റെയും യങ്സിന്റെ സിൽവർ ജൂബിലിയുടെയും ഭാഗമായി 1 വർഷം നീണ്ടു നിൽക്കുന്ന പ്രവർത്തനങ്ങളുടെയും ഉദ്ഘാടനം AC മൊയ്തീൻ MLA നിർവഹിച്ചു. ഏത് ഉത്സവങ്ങളിലും എല്ലാവർക്കും പങ്കെടുക്കാൻ കഴിയുന്ന ഒന്നുണ്ടാകണം എന്ന പൊതുബോധ്യം ഉറപ്പിക്കാൻ എത്രയോ വർഷങ്ങളായി പഴഞ്ഞി പള്ളിയിലെ പെരുന്നാളിന് കഴിയുന്നത്. ആ മാതൃകാ ദിനത്തിൽ നിങ്ങളെ ഒത്തുചേരാനും ഇവിടെ ഇത് നിങ്ങൾക്ക് തരുന്ന ഔദാര്യത്തിന്റെ ഭാഗമായിട്ടൊന്നും കാണണ്ട.
ഇവരുടെ സ്നേഹമാണ്, ഇവരുടെ മനസ്സാണ് നമ്മളോടൊപ്പം. ഒരു സേവനം ചെയ്യുക, ഒരു സമയത്ത് യങ്സ് പ്രസിഡന്റ് സിലിൻ സൈമൺ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രശസ്ത സിനിമാ ഗാനരചയിതാവ് BK ഹരിനാരായണൻ പെൻഷൻ വിതരണവും കുന്നംകുളം ACP CR സന്തോഷ് കിറ്റ് വിതരണവും നടത്തി. SSLC+2 പരീക്ഷകളിൽ മികച്ച വിജയം കൈവരിച്ച യങ്സ് അംഗങ്ങളുടെ കുട്ടികളെ കാട്ടകമ്പൽ പഞ്ചായത്ത് പ്രസിഡന്റ് ES രേഷ്മ ടീച്ചർ ഉപഹാരം നൽകി അനുമോദിച്ചു. ചടങ്ങിൽ പങ്കെടുത്ത വിശിഷ്ട വ്യക്തികളെ യങ്സ് ഉപഹാരം നൽകി ആദരിച്ചു. ഫാദർ സക്കറിയ കൊളന്നൂർ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബബിത ഫിലോ, വാർഡ് മെമ്പർ ഷാജൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. യങ്സ് ജനറൽ കൺവീനർ ഷാജു സൈമൺ സ്വാഗതവും ജീവകാരുണ്യ പ്രവർത്തന കൺവീനർ K ഭവിൻ ബാബു നന്ദിയും പറഞ്ഞു. തുടർന്ന് സ്നേഹവിരുന്നും ഉണ്ടായി. പെരുന്നാൾ ആഘോഷത്തിന്റെ ഭാഗമായി ചൊവ്വലൂർ മോഹനൻ വാര്യരുടെ നേതൃത്വത്തിൽ 50-ൽ പരം കലാകാരന്മാർ അണിനിരന്ന പാണ്ടിമേളം വ്യാഴാഴ്ച രാത്രി 11 മണിക്ക് യങ്സ് കോർണറിൽ ഒരുക്കിയിട്ടുണ്ട്. താമരയൂർ അയ്യപ്പ സേവാ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിവരാറുള്ള 31-ാം ദേശവിളക്കിന്റെ ക്ഷണക്കത്ത് പ്രകാശനവും വിളക്ക് കുറിക്കൽ ചടങ്ങും നടന്നു. ക്ഷണക്കത്ത് പ്രകാശനം ഗുരുവായൂർ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ദിനേശൻ നമ്പൂതിരിപ്പാട് നിർവഹിച്ചു. വിളക്ക് കുറിക്കൽ ചടങ്ങ് ചെറുമനങ്ങാട് വാസുണ്ണിയും നിർവഹിച്ചു. അയ്യപ്പ സേവാ സംഘം അഡ്വൈസർ CT വിനോദ് അധ്യക്ഷനായ ചടങ്ങിൽ KV വൈശാഖ് സ്വാഗതവും ഉണ്ണികൃഷ്ണൻ നന്ദിയും പറഞ്ഞു. നിരവധി ഭക്തജനങ്ങൾ ചടങ്ങിൽ സംബന്ധിച്ചു. ദേശവിളക്കിൻ്റെ ഭാഗമായി രാവിലെ ആലിക്കൽ ക്ഷേത്രത്തിൽ നിന്നും ആരംഭിക്കുന്ന പൂത്താലം എഴുന്നള്ളിപ്പ് ഉണ്ടായിരിക്കുന്നതാണ്. പഞ്ചവാദ്യത്തോടു കൂടി വളരെ ഗംഭീരമായി ഈ വർഷം നടത്തപ്പെടും. 10,000-കണക്കിന് ആൾക്കാർക്ക് അന്നദാനവും ഈ അവസരത്തിൽ ഉണ്ടാവും. വൈകുന്നേരം മമ്മിയൂർ അമ്പലത്തിൽ നിന്ന് ആരംഭിക്കുന്ന ഘോഷയാത്ര, അയ്യപ്പ വിളക്ക് ഘോഷയാത്ര, പാലക്കൊമ്പെഴുന്നള്ളിപ്പും വൈകിട്ട് 10 മണിയോടുകൂടി ക്ഷേത്രത്തിലെത്തുകയും അതിനുശേഷം മറ്റ് വിവിധ ചടങ്ങുകൾ ആരംഭിക്കുകയും ചെയ്യും. കണ്ടാലശ്ശേരി പഞ്ചായത്ത് പുതിയ ഓഫീസ് കെട്ടിടം വെള്ളിയാഴ്ച നാടിന് സമർപ്പിക്കും. വൈകിട്ട് 5 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ് ഓഫീസ് കെട്ടിടം നാടിന് സമർപ്പിക്കും. മറ്റം ഗ്രൗണ്ടിന് സമീപത്തായാണ് പഞ്ചായത്തിനായി പുതിയ ഓഫീസ് കെട്ടിട നിർമ്മാണം പൂർത്തീകരിച്ചത്. 6 പതിറ്റാണ്ടിലേറെ വർഷം പഴക്കമുള്ള കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് 1964-ൽ സ്ഥാപിച്ച കെട്ടിടത്തിലാണ് പ്രവർത്തിച്ചിരുന്നത്. മറ്റം നിത്യസഹായ മാതാവിൻ്റെ തീർത്ഥകേന്ദ്രത്തിൻ്റെ താഴ്വാരത്ത് പ്രവർത്തിച്ചു വന്നിരുന്ന കെട്ടിടം മണ്ണിടിച്ചിൽ ഭീഷണി നേരിട്ടതോടെയാണ് പുതിയ കെട്ടിടം നിർമ്മിച്ച് പ്രവർത്തനം മാറ്റുന്നതിന് ഭരണസമിതി മുന്നോട്ട് വന്നത്. 10 വർഷം മുമ്പ് പഞ്ചായത്ത് ഭരണം UDF കൈയാളിയിരുന്ന ഘട്ടത്തിലാണ് പുതിയ കെട്ടിട നിർമ്മാണത്തിന് തുടക്കം കുറിച്ചത്. പഞ്ചായത്ത് ഓഫീസ്, കൃഷിഭവൻ, മൃഗാശുപത്രി, വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസ് തുടങ്ങിയ ഓഫീസുകളെല്ലാം ഒരൊറ്റ കെട്ടിടത്തിൽ പ്രവർത്തിക്കുക എന്ന ദീർഘവീക്ഷണത്തോടെ ആരംഭിച്ച പ്രവൃത്തിയുടെ ഭാഗമായി കെട്ടിടത്തിൻ്റെ ഒരു ഭാഗം പൂർത്തിയാക്കി അക്കാലത്ത് കൃഷിവകുപ്പ് മന്ത്രിയായ KP മോഹനൻ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് പൂർണ്ണമായും നിലച്ച നിർമ്മാണ പ്രവൃത്തി പഞ്ചായത്ത് കെട്ടിടം മണ്ണിടിച്ചിൽ ഭീഷണി നേരിടുന്നുവെന്ന റിപ്പോർട്ട് വന്നതോടെ മാസങ്ങൾക്കുള്ളിലാണ് പൂർത്തിയാക്കി ഉദ്ഘാടനത്തിന് സജ്ജമാക്കിയത്. 2 നിലകളിലായി പഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, സെക്രട്ടറി എന്നിവരുടെ ക്യാബിൻ, ഭരണസമിതി യോഗം ചേരുന്നതിനുള്ള ഹാൾ, ജീവനക്കാർക്കായുള്ള ഏരിയ, ശൗചാലയം തുടങ്ങിയ സൗകര്യങ്ങളോടെയാണ് പുതിയ ഓഫീസ് സജ്ജമാക്കിയിട്ടുള്ളത്. ഏകദേശം 75 ലക്ഷത്തിലധികം രൂപ ചെലവഴിച്ചാണ് കെട്ടിടത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. മറ്റം ഗ്രൗണ്ടിൽ സജ്ജമാക്കുന്ന വേദിയിൽ വെള്ളിയാഴ്ച വൈകിട്ട് 5:30-ന് മുരളി പെരുന്നെല്ലി MLA-യുടെ അധ്യക്ഷതയിൽ ചേരുന്ന ചടങ്ങിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ് കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കും. സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ അംഗം TK വാസു, ചൊവ്വനൂർ ബ്ലോക്ക് കാർഷിക വികസന സമിതി അംഗം M ബാലാജി, ഔഷധി ഡയറക്ടർ KF ഡേവിസ് എന്നിവർ മുഖ്യാതിഥികളാകും. ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, രാഷ്ട്രീയ കക്ഷി നേതാക്കൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിക്കും. ചൂണ്ടൽ പഞ്ചായത്തിലെ 6-ാം വാർഡ് ചിറനെല്ലൂരിലെ വയോജനങ്ങൾക്കായി വിനോദയാത്ര ഒരുക്കി. വാർഡ് മെമ്പർ ആൻഡോ പോളിന്റെ നേതൃത്വത്തിലാണ് വയോജനത്തിന്റെ ഭാഗമായി വാർഡിലെ 80 പേരുമായി നിലമ്പൂരിലേക്ക് 2 ബസ്സുകളിലായി വിനോദയാത്ര സംഘടിപ്പിച്ചത്. രാവിലെ ആരംഭിച്ച യാത്ര ചൂണ്ടൽ കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ബാസ്റ്റിൻ വർഗീസ് ഫ്ലാഗ് ഓഫ് ചെയ്തു. യാത്രയിൽ വയോജനങ്ങളോടൊപ്പം ഹെൽത്ത് ഇൻസ്പെക്ടർ സുരേഷ്, പാലിയേറ്റീവ് വിഭാഗം നഴ്സ് മിനി, ആശാവർക്കർമാർ, അംഗൻവാടി ജീവനക്കാർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, തൊഴിലുറപ്പ് തൊഴിലാളികൾ എന്നിവരും പങ്കെടുത്തു. യാത്ര അവസാനിപ്പിച്ച് രാത്രി 8 മണിയോടെ സംഘം തിരിച്ചെത്തി. ജീവിത സായാഹ്നത്തിൽ വിവിധ കാരണങ്ങളാൽ വീടുകളിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാതിരുന്നവർക്ക് ഉൾപ്പെടെയുള്ളവർക്ക് മാനസിക ഉല്ലാസം പകരുന്നതിന്റെ ഭാഗമായിട്ടാണ് വിനോദയാത്ര ഒരുക്കിയത്. തിരുവപ്പട്ടി പഞ്ചായത്തിലെ മുഴുവൻ സ്കൂളുകളിലെയും സമ്പൂർണ്ണ വൈഫൈ കണക്ഷൻ പ്രഖ്യാപനവും ജില്ലാ പഞ്ചായത്ത് സമേതം സമഗ്ര വിദ്യാഭ്യാസം ഭരണഘടനാ ചുമർ വിതരണവും നടന്നു.
ഗവൺമെന്റ് LP സ്കൂളിൽ നടന്ന ചടങ്ങ് മുൻ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് S. ബസന്തലാൽ അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ മുഖ്യാതിഥിയായി. ബ്ലോക്ക് മെമ്പർ ഡോക്ടർ VC ബിനോജ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ്, സ്ഥിരം സമിതി അധ്യക്ഷരായ ഷീജ സുരേഷ്, സുമന സുഗതൻ, പ്രതിപക്ഷ നേതാവ് MK ജോസ്, മെമ്പർമാരായ സുധീഷ് പറമ്പിൽ, KB ബബിത, NP അജയൻ, ES സുരേഷ്, PM സജി, നിർവഹണ ഉദ്യോഗസ്ഥ KS സുജിനി തുടങ്ങിയവർ സംസാരിച്ചു. ജനതയെ ആധുനിക രീതിയിൽ വളർത്തിയെടുക്കാനാണ്. ഒരു ഭരണകൂടം ഒരു സ്കൂളിൽ ഒരു റിസൾട്ട് ഉണ്ടാക്കണമെന്നതിനപ്പുറം ഈ ഗ്രാമത്തിൽ ഒരു ആധുനിക ജനത വളർന്നു വരണം എന്ന ലക്ഷ്യത്തിലാണ് ഇതെല്ലാം ചെയ്യുന്നത്. അതിനൊരു സമഗ്രമായിട്ടുള്ള വീക്ഷണമുണ്ട് എന്നർത്ഥം. അപ്പോൾ ആധുനിക വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ ആധുനിക ജനതയെ വളർത്തിയെടുക്കാൻ കഴിയുള്ളൂ. സാമ്പ്രദായിക വിദ്യാഭ്യാസത്തിലൂടെ ആധുനിക ജനതയെ വളർത്താൻ കഴിയില്ല. അതാണ് അതിൻ്റെ അർത്ഥം. മഹാത്മാവിനെ അഭിമാനത്തോടെ സ്മരിച്ച നാട്. സ്വജീവിതം കൊണ്ട് സത്യത്തിന്റെയും അഹിംസയുടെയും സർവ്വനന്മകളുടെയും സന്ദേശവാഹകനായി ലോകത്തിന് മുന്നിൽ സ്വയം അടയാളപ്പെടുത്തിയ ഗാന്ധിയുടെ ജന്മദിനം വൈവിധ്യമാർന്ന പരിപാടികളോടെ നാട് ആഘോഷിച്ചു. വിശദാംശങ്ങളിലേക്ക്. ഗുരുവായൂർ ഭഗത് സിംഗ് യൂത്ത് ഫോഴ്സ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗുരുവായൂർ നഗരസഭ ഗവൺമെന്റ് UP സ്കൂൾ പരിസരം വൃത്തിയാക്കി. AIYF ജില്ലാ പ്രസിഡന്റ് ബിനോയ് ഷബീർ ഉദ്ഘാടനം ചെയ്തു. ഭഗത് സിംഗ് യൂത്ത് ഫോഴ്സ് മണ്ഡലം വൈസ് ക്യാപ്റ്റൻ വിവേക് അധ്യക്ഷത വഹിച്ചു. പാർട്ടി മണ്ഡലം സെക്രട്ടറി CV ശ്രീനിവാസൻ, അസിസ്റ്റന്റ് സെക്രട്ടറി ജ്യോതിരാജ്, AIYF മണ്ഡലം സെക്രട്ടറി ബിനീഷ് ചില്ലിക്കൻ, പ്രസിഡന്റ് സന്തോഷ്, നഗരസഭ വൈസ് ചെയർപേഴ്സൺ അനീഷ്മ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷഫീർ എന്നിവർ സംസാരിച്ചു. ഭഗത് സിംഗ് യൂത്ത് ഫോഴ്സ് മണ്ഡലം ക്യാപ്റ്റൻ ജിഷിൽ സ്വാഗതവും AIYF മണ്ഡലം വൈസ് പ്രസിഡന്റ് മോനിഷ് നന്ദിയും പറഞ്ഞു. കോൺഗ്രസ് പോർക്കുളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മണ്ഡലം പ്രസിഡന്റ് VV ബാലചന്ദ്രൻ അധ്യക്ഷനായ അനുസ്മരണ ചടങ്ങിൽ ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ തമ്പി മാസ്റ്റർ, KA ജ്യോതിഷ്, ബ്ലോക്ക് സെക്രട്ടറി പ്രവീൺ അക്കിക്കാവ് എന്നിവർ അനുസ്മരണം നടത്തി. മണ്ഡലം വൈസ് പ്രസിഡന്റ് AA നാസർ സ്വാഗതവും സെക്രട്ടറി റഷീദ് നന്ദിയും പറഞ്ഞു. NCPS ഗുരുവായൂർ ബ്ലോക്ക് കമ്മിറ്റി ഗാന്ധി ജയന്തി ദിനം മതേതര പുനരർപ്പണ ദിനമായി ആചരിച്ചു. ഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചനയും നടത്തി. സംസ്ഥാന നിർവാഹക സമിതി അംഗം അഡ്വക്കേറ്റ് KV മോഹനകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് RTA ഗഫൂർ അധ്യക്ഷത വഹിച്ചു. CK രാധാകൃഷ്ണൻ, MK ഷംസുദ്ദീൻ, KR സുനിൽകുമാർ, AS ഷിഹാബ്, നിഷ വർമ്മ, അലിക്കുട്ടി വാലിയിൽ, PV ജാബിർ, K ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് ചാവക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണ സദസ്സും നടത്തി. വസന്തം കോർണറിൽ വെച്ച് നടന്ന ചടങ്ങ് നഗരസഭാ പ്രതിപക്ഷ നേതാവ് KV സത്താർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് KV ഷാനവാസ് അധ്യക്ഷത വഹിച്ചു. ബേബി ഫ്രാൻസിസ്, KV യൂസഫ് അലി, KS സന്ദീപ്, PK അബ്ദുൾ ജലീൽ, ഷുക്കൂർ കോനാരത്ത്, CP കൃഷ്ണൻ, സലാം കൊപ്പര, PK ഷക്കീർ, പ്രസാദ് പോൾ എന്നിവർ സംസാരിച്ചു. സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിന്റെ ഭാഗമായി ചാവക്കാട് നഗരസഭയുടെ നേതൃത്വത്തിൽ ഗാന്ധി ജയന്തി ദിനത്തിൽ മാസ് ക്ലീനിംഗ് സംഘടിപ്പിച്ചു. ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് മാസ് ക്ലീനിംഗ് ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷറ ലത്തീഫ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പൊതുമരാമത്ത് കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് AV മുഹമ്മദ് അൻവർ, മുൻ ചെയർമാനും നഗരസഭാ കൗൺസിലറുമായ MR രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രസന്ന രണദിവെ സ്വാഗതവും നഗരസഭ സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ M ഷമീർ നന്ദിയും പറഞ്ഞു. സെപ്റ്റംബർ 17 മുതൽ ആരംഭിച്ച സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിന്റെ സമാപനവും ഇതിനോടൊപ്പം നടന്നു. ശുചീകരണ പ്രവൃത്തികൾക്കൊപ്പം ക്യാമ്പയിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ക്വിസ് മത്സരം, പോസ്റ്റർ നിർമ്മാണ മത്സരം എന്നിവയിൽ സമ്മാനാർഹരായ കുട്ടികൾക്ക് ചടങ്ങിൽ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ജനപ്രതിനിധികൾ, നഗരസഭ ശുചീകരണ വിഭാഗം ജീവനക്കാർ, ശുചീകരണ തൊഴിലാളികൾ, ഹരിതകർമ്മസേനാംഗങ്ങൾ, DMC ജീവനക്കാർ തുടങ്ങി നിരവധി പേർ ശുചീകരണ യജ്ഞത്തിൽ പങ്കെടുത്തു. സേവാഭാരതി കുന്നുംകുളം യൂണിറ്റ് ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ KS മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. സേവാഭാരതി യൂണിറ്റ് പ്രസിഡന്റ് VA ദാമോദരൻ സേവാ സന്ദേശം നൽകി. സെക്രട്ടറി രാജേഷ് മാമ്പുള്ളി സ്വാഗതം ആശംസിച്ചു. രക്ഷാധികാരി ജയപ്രകാശ്, വൈസ് പ്രസിഡന്റ് ബിനു പനങ്ങായിൽ, ജോയിന്റ് സെക്രട്ടറി സുരേഷ് പനങ്ങായിൽ, സനൽ കണിപ്പയ്യൂർ, ശങ്കരനാരായണൻ, മോഹനൻ, SP ഷിജു, സന്ധ്യ സജീവൻ, ശ്രിയ രാജേഷ് എന്നിവർ നേതൃത്വം നൽകി. കോൺഗ്രസ് പാവർട്ടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധി ജയന്തി ആഘോഷിച്ചു. AICC അംഗം അനിൽ അക്കര ഗാന്ധി ജയന്തി ദിന സന്ദേശം നൽകി. DCC സെക്രട്ടറി സിജു പാവർട്ടി അധ്യക്ഷനായി. കോൺഗ്രസ് പാവർട്ടി ബ്ലോക്ക് പ്രസിഡന്റ് CJ സ്റ്റാൻലി, കോൺഗ്രസ് നേതാക്കളായ OJ ഷാജൻ, ആൻഡോ ലിജോ, ഉമ്മർ സലീം, സിന്ധു അനിൽകുമാർ, ജോയ് ആന്റണി, മജീദ് പടുവിങ്കൽ എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ ജെറോം ബാബു, ജോസഫ് ബെന്നി, സുനിത രാജു, TK സുബ്രഹ്മണ്യൻ,
സഹകരണ സംഘം വൈസ് പ്രസിഡന്റ് അനിൽ ആതിര എന്നിവർ സംബന്ധിച്ചു. താമരപ്പള്ളി ഗാന്ധി സ്മാരകനിധി സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ഗാന്ധി ജയന്തി ദിനം ആഘോഷിച്ചു. ഗാന്ധി സ്മാരകനിധിയുടെ പ്രവർത്തനത്തിനുവേണ്ടി പൂവത്തൂരിലെ പൊതുപ്രവർത്തകനും വ്യാപാരിയുമായ പി രാമൻ സൗജന്യമായി നൽകിയ 2 ഏക്കർ സ്ഥലത്ത് വെച്ചാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. സംരക്ഷണ സമിതി സെക്രട്ടറി ജിൻഡോ തേറാട്ടിൽ അധ്യക്ഷത വഹിച്ചു. സംരക്ഷണ സമിതി പ്രസിഡന്റ് PK രാജൻ ഗാന്ധി ജയന്തി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തു. സംരക്ഷണ സമിതി വൈസ് പ്രസിഡന്റ് CJ സ്റ്റാൻലി, മറ്റു ഭാരവാഹികളായ M നളിൻ ബാബു, NA ഹസൻ, NK സുലൈമാൻ, സുനീതി അരുൺകുമാർ, KF ലാൻസൺ, പ്രസാദ് പണിക്കൻ, CA പീറ്റർ, സിംസൺ കുത്തൂർ എന്നിവർ സംസാരിച്ചു. കോൺഗ്രസ് കണ്ടാണശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഗാന്ധി ജയന്തി ദിനത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടത്തി. കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ നടന്ന ഗാന്ധി ജയന്തി ആഘോഷം ദളിത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി MK അപ്പു ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷാജു തരകൻ അധ്യക്ഷനായി. കോൺഗ്രസ് പാവർട്ടി ബ്ലോക്ക് കമ്മിറ്റി ഭാരവാഹികളായ NA നൌഷാദ്, ജെയ്സൺ ചാക്കോ, അഡ്വക്കേറ്റ് PV നിവാസ്, AM മൊയ്തീൻ, കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ AA കൃഷ്ണൻ, TO ജോയ്, ജയൻ പാണ്ഡിയത്ത്, മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ KS വാസു, രവി മറ്റം, MK ജോസ്, NC സുനിൽകുമാർ എന്നിവർ സംബന്ധിച്ചു. കുന്നംകുളം ഗാന്ധി ദർശൻ സമിതി, ഗാന്ധി പീസ് ഫൗണ്ടേഷൻ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ഗാന്ധി ജയന്തി ദിനത്തിൽ അന്താരാഷ്ട്ര അഹിംസാ ദിനാചരണവും അധ്യാപക വിദ്യാഭ്യാസ സംഗമവും സംഘടിപ്പിച്ചു. ബദനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ PK ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ A മൊയ്തീൻ അധ്യക്ഷനായി. KEL ചെയർമാൻ PK രാജൻ മാസ്റ്റർ അഹിംസാ ദിന സന്ദേശം നൽകി. നഗരസഭാ കൌൺസിലർ ബിജു C ബേബി മുഖ്യാതിഥിയായി. ദൂരദർശൻ കേന്ദ്രം മുൻ ഡയറക്ടർ ഡോക്ടർ CK തോമസ്, ബദനി സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ യാക്കൂബ് OAC, ഗാന്ധി പീസ് ഫൗണ്ടേഷൻ വൈസ് ചെയർമാൻ VS ഗിരീഷൻ മാസ്റ്റർ, കൺവീനർ TG ഷീബ, ജോയിന്റ് കൺവീനർ സിന്ധു മാത്യു, ഗാന്ധി പീസ് ഫൗണ്ടേഷൻ സെക്രട്ടറി PJ കുര്യൻ, ഗാന്ധി ദർശൻ കോർഡിനേറ്റർ ലാർസൻ സെബാസ്റ്റ്യൻ എന്നിവർ സംസാരിച്ചു. രജത ജൂബിലി ആഘോഷിക്കുന്ന കാക്കശ്ശേരി വിദ്യാവിഹാർ സെൻട്രൽ സ്കൂളിലെ ഗാന്ധി ജയന്തി ആഘോഷം വൈവിധ്യമാർന്ന പരിപാടികളാൽ ആകർഷകമായി. പ്രിൻസിപ്പൽ ഉഷ നന്ദകുമാർ സ്വാഗതം ആശംസിച്ചു. കുട്ടികളുടെ സ്റ്റോറി ടെല്ലിംഗ് മത്സരം, കാർട്ടൂൺ, ക്ലേ മോഡലിംഗ്, പെൻസിൽ ഡ്രോയിങ്, ഉപന്യാസം, ക്വിസ്, പ്രസംഗം തുടങ്ങി ഒട്ടേറെ മത്സരങ്ങളാണ് KG മുതൽ +2 വരെയുള്ളവർക്കായി ഒരുക്കിയത്. കലാധ്യാപകനായ ജിബിൻ്റെ നേതൃത്വത്തിൽ മണൽ ചിത്രമെഴുത്ത് നടത്തിയത് ആകർഷകമായി. ഗാന്ധിജിയുടെ ജീവിതത്തിലെ വിവിധ മുഹൂർത്തങ്ങളെ അടിസ്ഥാനമാക്കി കുട്ടികൾ തുണിയിൽ ചെയ്ത ഗാന്ധി പെയിന്റിംഗ് ശ്രദ്ധേയമായി. 2 ദിവസങ്ങളിലായി നടന്ന ആഘോഷത്തിൽ പ്രച്ഛന്നവേഷം, ഗാന്ധിക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചുള്ള നൃത്തം, ദണ്ഡി മാർച്ചിന്റെ അവതരണം എന്നിവയും മാറ്റുകൂട്ടി. പോർഫ ചാരിറ്റബിൾ ട്രസ്റ്റും തണൽ വടക്കേക്കാടും സംയുക്തമായി സംഘടിപ്പിക്കുന്ന സൗജന്യ വൃക്ക കരൾ രോഗനിർണയ ക്യാമ്പ് ശനിയാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 9 മണി മുതൽ 1 മണി വരെ വടക്കേക്കാട് തണൽ ഡയാലിസിസ് സെന്ററിൽ നടക്കുന്ന ക്യാമ്പ് കേരള വഖഫ് ബോർഡ് ചെയർമാൻ MK സക്കീർ ഉദ്ഘാടനം ചെയ്യും. വടക്കേക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് നബീൽ NMK അധ്യക്ഷത വഹിക്കും. സൊലൈസ് ഫൗണ്ടേഷൻ സെക്രട്ടറി ഷീബ അമീർ മുഖ്യാതിഥിയാകും. വടക്കേക്കാട് SHO MK രമേശ്, പോർഫ സംസ്ഥാന ചെയർമാൻ TT ബഷീർ എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും. 300ഓളം പേർക്ക് മെഡിക്കൽ ക്യാമ്പിൽ പങ്കെടുക്കാം. രോഗലക്ഷണമുള്ളവർക്ക് സൗജന്യ ചികിത്സാ സൗകര്യവും ഒരുക്കിയിട്ടുണ്ടെന്ന് പോർഫ എക്സിക്യൂട്ടീവ് മെമ്പർ അലി നവാസ് പാറയിൽ, തണൽ പ്രസിഡന്റ് മാമുണ്ണി അറക്കൽ, K സക്കറിയ, K ലത്തീഫ്, EV മുഹമ്മദ് അലി, A മുഹമ്മദ് അലി എന്നിവർ അറിയിച്ചു. ബുക്കിങ്ങിന് 90 727 74 626, മറ്റൊരു നമ്പർ 85 89 01 07 05 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാം. നിർമ്മാണം പൂർത്തിയാക്കി കാലങ്ങൾ പിന്നിട്ട ചൂണ്ടൽ പഞ്ചായത്തിലെ വഴിയോര വിശ്രമ കേന്ദ്രത്തിന് ഒടുവിൽ ശാപമോക്ഷം. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയോട് ചേർന്ന് എരനെല്ലൂർ വില്ലേജ് ഓഫീസിനും മൃഗാശുപത്രിക്കും മധ്യയാണ് വഴിയോര വിശ്രമ കേന്ദ്രം നിർമ്മാണം പൂർത്തീകരിച്ചത്. വിശ്രമ കേന്ദ്രത്തിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന തച്ചാട്ടുകുളത്തിന്റെ നവീകരണവും പൂർത്തിയാക്കിയിട്ടുണ്ട്. ഒപ്പം വഴിയാത്രക്കാർക്ക് വിശ്രമിക്കുന്നതിനും ഭക്ഷണം കഴിക്കുന്നതിനും പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കുന്നതിനുള്ള സൗകര്യങ്ങളും 1 കോടി രൂപ ഉപയോഗിച്ച് പൂർത്തീകരിച്ച വഴിയോര വിശ്രമ കേന്ദ്രത്തിൽ സജ്ജമാക്കിയിട്ടുണ്ട്. വഴിയോര വിശ്രമ കേന്ദ്രത്തിൻ്റെയും ഫുഡ് കോർണറിൻ്റെയും നവീകരിച്ച തച്ചാട്ടുകുളത്തിൻ്റെയും ഉദ്ഘാടനം വെള്ളിയാഴ്ച വൈകിട്ട് നടക്കും. വിശ്രമ കേന്ദ്രത്തിൻ്റെ അങ്കണത്തിൽ സജ്ജമാക്കുന്ന വേദിയിൽ വൈകിട്ട് 7 നടക്കുന്ന ചടങ്ങിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ് ഉദ്ഘാടനം നിർവഹിക്കും. മുരളി പെരുന്നെല്ലി MLA അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ്, ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ, ജില്ലാ പഞ്ചായത്ത് അംഗം AV വല്ലഭൻ, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തകർ തുടങ്ങിയവർ സംബന്ധിക്കും. ഉദ്ഘാടന ചടങ്ങിനെ തുടർന്ന് ഗാനമേളയും വിവിധ കലാപരിപാടികളും അരങ്ങേറും.
CPM പുതുശ്ശേരി ബ്രാഞ്ച് സെക്രട്ടറിയും ഡിവൈഎഫ്ഐ നേതാവുമായിരുന്ന PU സനൂപിന്റെ 5ാം രക്തസാക്ഷി ദിനാചരണത്തിന്റെ ഭാഗമായി CPM പുതുശ്ശേരി സനൂപ് നഗർ ബ്രാഞ്ചിന്റെ ആഭിമുഖ്യത്തിൽ തൃശൂർ അമല ആശുപത്രിയുമായി ചേർന്ന രക്തദാന ക്യാമ്പ് നടത്തി. പുതുശ്ശേരി കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിച്ച ക്യാമ്പിന്റെ ഉദ്ഘാടനം CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M ബാലാജി നിർവഹിച്ചു. ചൊവ്വന്നൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി S അജി മാസ്റ്റർ അധ്യക്ഷനായി. കുന്നംകുളം ഏരിയ സെക്രട്ടറി K കൊച്ചനിയൻ, ഏരിയ കമ്മിറ്റി അംഗം MB പ്രവീൺ, ചൊവ്വന്നൂർ ലോക്കൽ കമ്മിറ്റി അംഗം PP സുനിലൻ, സനൂപ് നഗർ ബ്രാഞ്ച് സെക്രട്ടറി സുബീഷ് എന്നിവർ സംസാരിച്ചു. ക്യാമ്പിന്റെ ഭാഗമായി 50ഓളം പേർ രക്തദാനം നടത്തി. ഒക്ടോബർ 4-ന് സനൂപ് രക്തസാക്ഷി ദിനാചരണം CPM ഡിവൈഎഫ്ഐയും ചേർന്ന് നടത്തും. RSS നേതൃത്വത്തിൽ കടിക്കാട് വിജയദശമി പഥസഞ്ചലനം നടത്തി. ചെറായിൽ നിന്നും ആരംഭിച്ച പഥസഞ്ചലനം കിഴക്കേ ചെറായിയിൽ സമാപിച്ചു. പാലപ്പെട്ടി ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് P രാജശേഖരൻ മുഖ്യാതിഥിയായി. ജില്ലാ സഹകാര്യവാഹക MG വിനികുമാർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സംഘചാലക് ഡോക്ടർ CG നന്ദകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. തുടർന്ന് വ്യക്തിഗീതം, ഗണഗീതം, ശാരീരിക പ്രദർശനം എന്നിവ ഉണ്ടായി. ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 1980-81 SSLC ബാച്ച് വാട്സ്ആപ്പ് കൂട്ടായ്മ ഓർമ്മകൾ പെയ്യുമ്പോൾ 5ാമത് പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടത്തി. ഗ്രൂപ്പ് അഡ്മിന്മാരായ മോഹൻദാസ്, സ്വർണകുമാരി, മറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ ചേർന്ന് ഭദ്രദീപം തെളിയിച്ചു. തുടർന്ന് വാദ്യങ്ങളോടെയുള്ള ഘോഷയാത്ര, കരോക്കെ ഗാനമേള, കവിതാ അവതരണം, ലളിതഗാനം, നാടകഗാനം, തിരുവാതിര, കൈകൊട്ടിക്കളി, സിംഗിൾ ഡാൻസ്, ഗ്രൂപ്പ് ഡാൻസ്, കസേരക്കളി എന്നിവയും ലഘുഭക്ഷണ വിതരണവും ഓണസദ്യയുമുണ്ടായി. കൂട്ടായ്മ പ്രസിഡന്റ് PK മോഹൻദാസ് സ്വാഗതം പറഞ്ഞു. വേദിയിൽ കമ്മിറ്റി അംഗങ്ങൾ പങ്കെടുത്തു. കിടങ്ങൂർ ശ്രീ കാർത്യായനി ദേവി ക്ഷേത്രത്തിലെ കുളം പുനരുദ്ധാരണത്തിന്റെ ഭാഗമായി ഫണ്ട് ശേഖരണത്തിന്റെ ഭാഗമായി സമ്മാന കൂപ്പൺ നറുക്കെടുപ്പ് നടത്തി. ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട് നറുക്കെടുത്തു. ഊരാളൻ സജീവ് ചാത്തനാത്ത്, ക്ഷേത്രം കമ്മിറ്റി ഭാരവാഹികൾ, ഭക്തജനങ്ങൾ എന്നിവർ പങ്കെടുത്തു. 1ാം സമ്മാനമായ 1 പവൻ സ്വർണം രാജേഷ് പ്ലാക്കൂട്ടത്തിലും, 2ാം സമ്മാനമായ 1/2 പവൻ ശ്രീഹരി കൂളിപ്പറമ്പിലും, 3ാം സമ്മാനം 1/4 പവൻ സ്വർണം പ്രമോദ് ശ്രാമ്പിക്കലും സ്വന്തമാക്കി. കിടങ്ങൂർ ശ്രീ കാർത്യായനി ദേവി ക്ഷേത്രത്തിൻ്റെ കുളത്തിൻ്റെ നവീകരണത്തിൻ്റെ ഭാഗമായി ഫണ്ട് ശേഖരണത്തിന് നടത്തിയ നറുക്കെടുപ്പിലെ 1ാം സമ്മാനം നേടിയ ക്ഷേത്രത്തിന് പുനരുദ്ധാരണ പ്രവർത്തനത്തിന് വേണ്ടി സമർപ്പിക്കുന്നവർ. വിപണി ഗുരുവായൂർ കൈരളി സ്റ്റാർ റെന്റൽ സർവീസിന്റെ 30ാം വാർഷികം ആഘോഷിച്ചു. ഗുരുവായൂർ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രം ഊരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ്, ഗുരുവായൂർ ACP പ്രേമാനന്ദ കൃഷ്ണൻ, LF കോൺവെന്റ് പ്രിൻസിപ്പാൾ സിസ്റ്റർ ജെന്നി തെരേസ്, വാർഡ് കൗൺസിലർ സുജിത്, കരുണ ഫൗണ്ടേഷൻ ചെയർമാൻ റിട്ടയർഡ് DYSP KB സുരേഷ്, സ്ഥാപനയുടമ ജോർജ് ലോറൻസ്, കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കൾ, അഭ്യുദയകാംക്ഷികൾ, പൊതുരംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ സംബന്ധിച്ചു. ഗാനമേളയും ഉണ്ടായി. കഴിഞ്ഞ 30 വർഷമായി ഗുരുവായൂരിലെ റെന്റൽ സർവീസ് രംഗത്ത് അനിഷേധ്യ കുതിപ്പ് നടത്തുന്ന സ്ഥാപനമാണ് കൈരളി സ്റ്റാർ റെന്റൽ സർവീസ്. സ്ഥാപനത്തിന്റെ വിലാസം കൈരളി സ്റ്റാർ റെന്റൽ സർവീസ്, തിരുവെങ്കിടം റോഡ്, മാവിൻചുവട്, ഗുരുവായൂർ. ഫോൺ 0487255451 9846031780 9496631780. വിലാസം ഒരിക്കൽ കൂടി, കൈരളി സ്റ്റാർ റെന്റൽ സർവീസ്, തിരുവെങ്കിടം റോഡ്, മാവിൻചുവട്, ഗുരുവായൂർ. ഫോൺ 0487255451 9846031780 9496631780. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കടവലൂർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ വയോജനങ്ങൾക്ക് കൈത്താങ്ങ് നൽകി. സർവീസ് പെൻഷൻകാരില്ലാത്ത 21 വയോജനങ്ങൾക്ക് പുതപ്പും 1000 രൂപയും, വൃക്കരോഗിയായ ഒരാൾക്ക് 5000 രൂപയുടെ ധനസഹായം നൽകി. വാർഡ് മെമ്പർ നിഷ രഗത്ത് വിതരണോദ്ഘാടനം നിർവഹിച്ചു. പെൻഷനേഴ്സ് യൂണിയൻ യൂണിറ്റ് പ്രസിഡന്റ് ഫിലിപ്പോസ് MP, സെക്രട്ടറി സുലൈമാൻ കൂടല്ലൂർ, ചൊവ്വന്നൂർ ബ്ലോക്ക് സെക്രട്ടറി PV ചാക്കോച്ചൻ, ഉണ്ണികൃഷ്ണ പണിക്കർ, നീലകണ്ഠൻ നമ്പീശൻ, KA ശക്തിധരൻ, AM കറുപ്പൂട്ടി, താജ് മാസ്റ്റർ, ശ്രീമതി എന്നിവർ സംസാരിച്ചു. അറിയിപ്പ്. കടവലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഗണിതശാസ്ത്രം ദിവസവേതന ഒഴിവിലേക്ക് ഒക്ടോബർ 7-ാം തീയതി രാവിലെ 10:30 അഭിമുഖം നടത്തും. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളുമായി സ്കൂളിൽ നേരിട്ട് ഹാജരാകണമെന്ന് അധികൃതർ അറിയിച്ചു. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,
മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 10,880 രൂപ, സ്വർണം പവന് 87,040 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 156 രൂപ. ചർമ്മം താമരയൂർ നവജീവൻ നഗറിൽ പഷണകത്ത് കനകദാസ് ഭാര്യ കൗസല്യ നിര്യാതയായി. 77 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച രാവിലെ 9 മണിക്ക് കോട്ടപ്പടി വാതക ശ്മശാനത്ത് നടക്കും. ഷബീന, ഷൈൻ എന്നിവർ മക്കളാണ്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. മാതാപിതാക്കളെ കത്തിവീശി ഉപദ്രവിക്കുകയും ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്ത യുവാവിനെ പിടികൂടാനുള്ള ശ്രമത്തിനിടെ പോലീസുകാർക്ക് കുത്തേറ്റു. ചാവക്കാട് സബ് ഇൻസ്പെക്ടർ ശരത് സോമൻ, സിവിൽ പോലീസ് ഓഫീസർ ടി അരുൺ എന്നിവർക്കാണ് പരിക്ക്. പ്രതിയെ നാട്ടുകാരും പോലീസും ചേർന്ന് അതിസാഹസികമായി പിടികൂടി. ചരിത്രപ്രസിദ്ധമായ പഴഞ്ഞി പള്ളി പെരുന്നാൾ തുടങ്ങി. മുത്തപ്പന്റെ അനുഗ്രഹം തേടി പതിനായിരങ്ങളാണ് പഴഞ്ഞി അങ്ങാടികളിലേക്ക് ഒഴുകിയെത്തുന്നത്. ആവേശം തീർത്ത് ഗജസംഗമം. പെരുന്നാൾ കാഴ്ചകൾ CCTV പ്രാദേശികം ചാനലിലൂടെ തത്സമയം പ്രേക്ഷകരിലേക്ക്. മഹാത്മാവിനെ അഭിമാനത്തോടെ സ്മരിച്ച രാഷ്ട്രം. സ്വജീവിതം കൊണ്ട് സത്യത്തിന്റെയും അഹിംസയുടെയും സർവ്വനന്മകളുടെയും സന്ദേശവാഹകനായി ലോകത്തിനു മുൻപിൽ സ്വയം അടയാളപ്പെടുത്തിയ ഗാന്ധിയുടെ ജന്മദിനം വൈവിധ്യമാർന്ന പരിപാടികളോടെ നാട് ആഘോഷിച്ചു. അക്ഷരങ്ങളുടെയും ആയുധങ്ങളുടെയും കലകളുടെയും ആഘോഷമായ നവരാത്രിക്ക് വിജയദശമി ചടങ്ങുകളോടെ സമാപനം. വിജയദശമി ദിനത്തിൽ അക്ഷരലോകത്തേക്ക് ചുവടുവെച്ചത് ആയിരക്കണക്കിന് കുരുന്നുകൾ. ക്ഷേത്രങ്ങളിലും സാംസ്കാരിക കേന്ദ്രങ്ങളിലുമായി നടന്ന ചടങ്ങുകൾ ഭക്തിസാന്ദ്രം. കേച്ചേരി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന നാദബ്രഹ്മ അക്കാദമി കലാസാംസ്കാരിക സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന പ്രതിഭകളെ ആദരിക്കാനായി ഏർപ്പെടുത്തിയ 26ാമത് നാദബ്രഹ്മ പുരസ്കാരം സമർപ്പണം പ്രൗഢം. മാധ്യമപ്രവർത്തന രംഗത്തെ മികവിനുള്ള പുരസ്കാരം CCTV റിപ്പോർട്ടറും കുന്നംകുളം പ്രസ് ക്ലബ് പ്രസിഡന്റുമായ ജോസ് മാളിയേക്കൽ ഏറ്റുവാങ്ങി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. കാണിപ്പയ്യൂർ തെക്കോട്ട് സുധാകരന്റെ 16ാം ചരമവാർഷികം ആചരിക്കുന്നു. പരേതിന്റെ പാവന സ്മരണകൾക്ക് മുൻപിൽ ദുഃഖാർത്തരായ കുടുംബാംഗങ്ങൾ.